ലൈൻ വി ഐ പി ഏജൻസിയിലുള്ള എല്ലാ ഹോസ്റ്റന്മാർക്കും വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ലൈൻ വി ഐ പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. നിങ്ങൾക്ക് താല്പര്യമുള്ള പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ബേസിക്കലിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യണം, പലർക്കും സംശയങ്ങളും പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമാക്കി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായി കാണണം. മൊത്തമായി കണ്ടിട്ട് അതിനുള്ള അതേപടി അനുസരിക്കുക, അല്ലെങ്കിൽ അതേപടി നിങ്ങൾ ലൈവ് ഇട്ട് പോകുക. പല സംശയങ്ങളും നിങ്ങൾക്കൊക്കെ പല ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെല്ലാം ഒരു ചെറിയ വീഡിയോയിലൂടെ എനിക്ക് പരിഹരിച്ച് തരാൻ പറ്റുമെങ്കിൽ അത് ഞാൻ പരിഹരിച്ച് തരുന്നു എന്ന് നിങ്ങൾ കരുതുക. എല്ലാവരും കാണുക. നമ്മുടെ യൂട്യൂബ് ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കുക. പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടാണ് ആൾക്കാർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു ലൈവ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ലൈവിൻ്റെ ഇത് ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഫ്രഷേഴ്സ്. അതായത് ഫ്രഷേഴ്സ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ ഇരിക്കുന്ന ലൈവാണിത്. ഇത് ഒരു ദിവസമായാൽ പിറ്റേ ദിവസം തൊട്ട് അവരുടെ ഫ്രഷേഴ്സ് ലൈവിൽ അവർ വരും. അവർ 2 മാസം ഈ ഫ്രഷേഴ്സിലേക്കാണ് ഉള്ളൂ. അവർക്ക് പോപ്പുലറിലേക്ക് വരാൻ പറ്റത്തില്ല. പോപ്പുലറിലേക്ക് അവരെത്തണമെങ്കിൽ 2ാമത്തെ മാസം കഴിഞ്ഞിട്ടേ അവർ പോപ്പുലറി എത്തുള്ളൂ. അപ്പം പോപ്പുലറി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോപ്പുലറിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. ഓരോ ദിവസം സൂപ്പർ സ്റ്റാർ ആകുന്നതും ഡെയിലി സ്റ്റാർ ആകുന്നതും അവരുടെയൊക്കെ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്നത് 32 ഫോളോവേഴ്സ് ഓൺ ലൈവ്. അത് എന്ന് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്തിട്ടുള്ള, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള, തിരിച്ചും ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർ ലൈവ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ഇത്രയും പേര് ആ സമയങ്ങളിലെല്ലാം ഈ സമയങ്ങളിൽ ലൈവ് ഇട്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് എന്നേ ഉള്ളൂ. അവരുടെ ലൈവിലേക്ക് ചെല്ലാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ സെക്കൻഡ് ഇനിയും പറയുമ്പോൾ നമ്മുടെ ആദ്യം കാണുന്നൊരു നമ്മുടെ ഹോം പേജാണ്. അതാണ് ഈ പറയുന്നത് ഈ പോപ്പുലർ പേജ്. സെക്കൻഡ് ഒരു പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഹോസ്റ്റിലേക്ക്, അതായത് പിന്നെ ഇതുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിലേക്ക് ആഡ് ആകാനുള്ള പേജാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വലിയ വട്ടത്തിലൊരു ക്യാമറ കാണുന്നത്, അതാണ് നിങ്ങളുടെ ലൈവിലേക്ക് കയറാനുള്ള എൻട്രൻസ്. ഇത് ഞാൻ ഈ റെക്കോർഡിങ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്. ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പോസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പേജാണ് ആദ്യം വരുന്നത്. ഈ പേജിനകത്ത് ക്യാമറ തിരിച്ചിടാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്റ്റിക്കർ കരയുമ്പോൾ PK കളിക്കുമ്പം കരയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഭംഗിക്ക് ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടുകൊണ്ട് കയറിയത്, ഇതുപോലെ ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടുകൊണ്ട് ഞാനൊരു ലൈവിലേക്ക് കയറാൻ പോവാണ്, ലൈവ് ഇടാൻ പോവാണ്, സിംഗിൾ ലൈവ് ഇടാൻ പോവാണ്. അതുപോലെ തന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനത് ഈ കണക്ഷൻ കണ്ടു. ഈ കണക്ഷൻ എനിക്ക് നല്ല സ്പീഡിൽ കിട്ടണം. അതിനുവേണ്ടി അൾട്രാ ഹൈയിലേക്ക് ഇടുന്നു. അൾട്രാ ഹൈയിലേക്ക് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ബഫറിങ് ഇല്ലാതെ ലൈവ് ഇടാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടാണ്, ഞാൻ ഇട്ടിട്ടില്ല, അത് കുഴപ്പമില്ല. എന്ന് ഞാൻ ഗോ ടു ലൈവിലേക്ക് പോകുന്നു. വലിയ ഭംഗിയൊന്നുമില്ല കാണാനല്ലേ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഭംഗിയായിരിക്കണം. നമ്മളിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ഭംഗിയായിട്ടിരിക്കണം. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഭംഗിയായിട്ടിരിക്കണം. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ഉപയോഗിക്കണം. ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടേ നമ്മൾ ലൈവിൽ ഇരിക്കാവുള്ളൂ. ഇതിനുപോലുള്ള ലൈവുകൾ ഇരിക്കുമ്പോൾ അപ്പുറം ഇരിക്കുന്ന ആൾക്ക് എക്കോ അടിക്കാതിരിക്കാൻ വേണ്ടി ഹെഡ്ഫോൺ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അത് ഓപ്പണായിട്ടുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല, ഒരു വിവരവുമില്ല. ലൈവിൻ്റേതായ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കട്ടെ. ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ ഒരു ലൈവാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഈ ലൈവിനകത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് താഴെ കാണുന്നുണ്ടല്ലോ, നമ്മൾ കോള് കൊടുക്കില്ല ഒരിക്കലും. എപ്പോഴും ലൈവിൽ കയറി വരുമ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് PK നിൽക്കുക. PK നിൽക്കുക, ഇൻവൈറ്റ് ദ PK ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, ഒരു 20 മിനിറ്റ് ഇട്ടിട്ട് അവരെ പരസ്പരം ഫോളോ ചെയ്തിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവർ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ആരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ. അതേ എൻ്റെ ഒരു സുഹൃത്ത് ഇത് ഇരിക്കുന്നു, ഈ ആൾ ലൈവിലുണ്ട്. അവരെ ഇൻവൈറ്റ് ചെയ്യുക. ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് കിട്ടിയ അവർ അന്നേരം PKക്ക് കണക്റ്റ് ആകും. പിന്നെ ഉള്ള ഒരു PK ആണ് റാൻഡം PK. റാൻഡം PK എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാച്ചിങ് വരുന്നുണ്ട്. ആരെങ്കിലും ഇത് ഓപ്പോസിറ്റ് ഒരു മാച്ചിങ് വീഡിയോ വന്നു. ഒരാളുമായിട്ട് ഞാൻ PKക്ക് തുടങ്ങിയിരിക്കുകയാണ്. ആരെങ്കിലും വരുമെന്ന് ദൈവത്തിനറിയാം. ഈ PK നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുക.
PK ഇടുമ്പോൾ സമയത്ത് ഓപ്പോസിറ്റ് അത് ഈ 4 മിനിറ്റ് PK അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതായിട്ട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇങ്ങനെ PK ഇടുക. 4 മിനിറ്റുള്ള PK നമ്മൾ ജയിക്കുകയോ നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സ്റ്റിക്കറും കൂടി എടുത്തിടുക. അപ്പോൾ ആരെങ്കിലും സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കരയാൻ പാടില്ലല്ലോ. ഒരു സ്റ്റിക്കർ എടുത്ത് നമ്മുടെ തലയിലിടുക. എന്ത് സ്റ്റിക്കർ വേണമെങ്കിൽ നമുക്കിടാം. അവിടെ അടിച്ചു കഴിഞ്ഞാലും നമ്മളിവിടെ നിന്ന് കരയത്തില്ല. സ്റ്റിക്കർ കിടക്കുന്നതുകൊണ്ട് PK 4 മിനിറ്റ് കഴിയാതെ ഇത് കട്ടാകത്തില്ല. ഇത് ഈ PK ഇടുക. PKയിൽ എത്ര PK ഇട്ടാലും നമുക്കിവിടെ റാങ്ക് കാണിക്കും. ഈ റാങ്ക് നമ്മൾ നോക്കണം. നമ്മുടെ ഓരോരുത്തരും റാങ്കാണിത്. ഇങ്ങനെ റാങ്ക് 0-ൽ വന്ന് 1ാമത് വരാനൊരു ഓപ്ഷൻ. ഇത് നിർബന്ധമാണ്. ഓരോ ഹോസ്റ്റും നിർബന്ധമായിട്ടും PK അറ്റൻഡ് ചെയ്തിരിക്കണം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ലതാണെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഹായ് വെൽക്കം ചെയ്യാം. ഇവിടെ താഴെ കാണാം ഒരാൾ വന്ന് ജോയിൻ ചെയ്താൽ അതിന് വെൽക്കം ചെയ്യുക. വെൽക്കം ഇന്ന ആളുടെ പേര്, ആ പേര് നമ്മൾ പറയാം അവരോട്. വെൽക്കം അനീഷ് വെൽക്കം, പ്ലീസ് സപ്പോർട്ട് മീ, ഈസ് മൈ PK, അല്ലെങ്കിൽ തന്നെ ഞാൻ ലൈവിലിരിക്കുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യൂ, ഞാൻ പുതിയൊരാളാണ്, അല്ല എന്നെപ്പറ്റി വിശദമായിട്ട് ചോദിക്കണം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ തരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം ഈ സമയത്ത്, ഈ PK നടക്കുന്ന സമയത്തും. ഈ താഴെ എഴുതി വരുന്ന കൺഗ്രാജുലേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഗെയിമിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീക്കിലി ഇവൻറ്റുകളാണ്. ഈ ഇവൻറ്റുകളൊക്കെ കിട്ടുന്നതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്കും ബെനിഫിറ്റ് തോന്നും. വരുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്നിട്ട് ഈ 3 വര താഴെ കണ്ടോ, ആ 3 കുത്തുകൾ, ഏറ്റവും അവസാനം 3 കുത്തുകളുണ്ട്. ആ 3 കുത്തുകളെ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കർ, ബീൻസ് ബാഗ്, ചാറ്റ്, അതുപോലെ ഷെയർ, റൂം എഫക്റ്റ്, ഫ്ലിപ്പ് ക്യാമറ, അത് മൈക്ക് ഓൺ, ഇതിങ്ങനെയുള്ള ഷെയർ എടുക്കുക. ഷെയർ എടുത്തിട്ട് നമ്മുടെ സ്ക്വാഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്ക്വാഡെ ക്ലിക്ക് ചെയ്യുക. ആദ്യം സ്ക്വാഡെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെയർ വരും. അത് നേരെ സ്ക്വാഡിലേക്ക് പോയി. അടുത്ത നമ്മൾ ഒന്നുകൂടി 3 വര കുത്താൻ ഞെക്കുന്നു. താഴെ കിടക്കുന്നത് ഷെയർ എടുക്കുന്നു. SK ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പർട്ടിക്കുലർ ആളില്ല, ഓൾ സെലക്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഒറ്റ വിടൽ വിട്ടാൽ മതി. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും ലൈവിലുണ്ട്, അവരിത് കണ്ടിട്ടുണ്ട്, അവർ എൻ്റെ ലൈവിൽ ഇപ്പം വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നെക്സ്റ്റ് ഷെയർ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുക. വൈകിട്ടിൻ്റെ പണി കിട്ടിയ ഒരവസ്ഥയാണിത്. 2 മണി അപ്ഡേറ്റ് നടക്കുക. കുഴപ്പമില്ല, അപ്ഡേറ്റ് പെട്ടെന്നായാൽ നല്ലത്. അല്ലെ സ്ട്രീം ലോഗോ ടൈപ്പ്